ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 5ാം ക്ലാസ്സിലെ ഉനൂമുദ്ദീനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം, ഉത്തരങ്ങളൊക്കെ പഠിക്കാം. അപ്പം എന്താണ്, കോളത്തിൽ ശരിയടയാളപ്പെടുത്തണം. ഈമാനിൻ്റെ ശാഖകൾ. ഈമാനിൻ്റെ ശാഖകൾ എത്രയാണ്? 70-ൽ പരം. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവു ചെയ്ത ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവു ചെയ്തത് ബുധനാഴ്ചയാണ്. തിങ്കളാഴ്ച വഫാത്തായി, ബുധനാഴ്ചയാണ് മറവു ചെയ്തത്. അടുത്തത് എന്താണ്? അർഷിൻ്റെ തണൽ ലഭിക്കും. ആർക്കാണ്? 8 വിഭാഗം ആളുകൾക്ക് അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദില്ലുൽ അർഷ് എന്ന ചാപ്റ്ററിൽ, അല്ലേ? ഒക്കെ പഠിക്കണം കേട്ടോ. അടുത്തതാ, മനുഷ്യരെ ശ്രേഷ്ഠരാക്കുന്നത് തഖ്വ കൊണ്ട് മാത്രമാണ്. തഖ്വ കൊണ്ടല്ലാതെ ഒരാളെയും അല്ലാഹു തആല ശ്രേഷ്ഠനാക്കിയിട്ടില്ല, തഖ്വ കൊണ്ട്. അടുത്തെന്താണ്? ഇവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ആരാണ്? കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. മക്ക വിജയ ദിവസം മുസ്ലിമായി. ആരാണ് മക്ക വിജയ ദിവസം മുസ്ലിമായത്? അബൂ സുഫിയാനാണ് മക്ക വിജയ ദിവസം മുസ്ലിമായത്. അതൊക്കെ പാഠത്തിൽ വർക്കിലൊന്നും വരാതെ പാഠത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്താണ് വന്നത്? ഖബറിൽ ചോദ്യമില്ലാത്തവർ. ആർക്കാണ് ഖബറിൽ ചോദ്യം ഇല്ലാത്തത്? ആർക്കാണ്? ശുഹദാക്കൾക്ക് ഖബറിൽ ചോദ്യമില്ല. അപ്പം അതിൻ്റെ സി എഴുതാം. ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ചോദ്യമുണ്ടാകില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങൾ ലഘുവാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്ത എന്താണ്? ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ. അവിശ്വാസികൾക്ക് ഹൗലുൽ കൗസർ ലഭിക്കുകയില്ല. അപ്പം അതിൻ്റെ ഡി എഴുതാം. അടുത്ത, സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. ആരാണ്? കുറ്റം ചെയ്തവർ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. അടുത്തതാ, കാരുണ്യമുള്ളവരായിരിക്കും. ആരാണ് കാരുണ്യമുള്ളവർ? സത്യവിശ്വാസികൾ കാരുണ്യമുള്ളവരായിരിക്കും. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തതെന്താണ്? അടിയുറച്ച ഈമാനുള്ളവരായിരുന്നു. ആര്? സഹാബികൾ. അപ്പോൾ ഇതിൻ്റെ ബി എഴുതാം. അടിയുറച്ച ഈമാനുള്ളവരായിരുന്നു സഹാബികൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? മദ്യം ഡേഷിൻ്റെ മാതാവാണ്. മദ്യം എന്താണ്? മദ്യം തിന്മകളുടെ മാതാവാണ്. ഉംറത്തുൽ ഖളായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഡേഷ് സഹാബികൾ പങ്കെടുത്തു. ഉംറത്തുൽ ഖളായിൽ ഡേഷോളം സഹാബികൾ പങ്കെടുത്തു. അതായത് ഉംറത്തുൽ ഖളാ രണ്ടാമത് പോയപ്പം, ആദ്യം ഹുദൈബിയയിൽ പോയത് 1500 പേരെയും കൊണ്ടാണ്. പിന്നെ ഉംറത്തുൽ ഖളാ നിർവഹിക്കാൻ അവർ 2000-ഓളം സഹാബികൾ പങ്കെടുത്തിട്ടുണ്ട്. 2000-ഓളം സഹാബികൾ. അടുത്തതാ, മക്ക പൂർണ്ണമായും മുസ്ലിങ്ങളുടെ അധീനതയിലായത് ഹിജ്റ 8-ാം വർഷമാണ്. മക്ക പൂർണ്ണമായും മുസ്ലിങ്ങളുടെ അധീനതയിലായത് ഹിജ്റ 8-ാം വർഷം. അടുത്തത്, മഹ്ശറയിൽ വിചാരണക്കു ശേഷം നന്മ തിന്മകൾ മീസാനിൽ തൂക്കും. അടുത്തതാ, ഒരു അധ്യായം ഇൽമ് പഠിക്കൽ. എന്താണ്? ഒരു അധ്യായം ഇൽമ് പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷ് ബീവിയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. ആരുടെയായിരുന്നു? ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം ഏതാണ്? ഈമാനിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ഏതാണ്? ഈമാനിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാ. താഴ്ന്ന പടിയിലുള്ളത് വഴിയിലെ തടസ്സം നീക്കലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എഴുതാം. അടുത്തതാ, ഇത് സമ്പത്തിനെ ചുരുക്കുകയില്ല. ഏത്? ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല.
ബദറിൽ ഷഹീദായ സഹാബികൾ എത്ര? ബദറിൽ ഷഹീദായ സഹാബികൾ 14 പേര്. ഖബറിൽ ഹാ ഹാ ലാ അതിരി എന്ന് പറയും ആരാണ്? അവിശ്വാസികൾ ഖബറിൽ ഹാ ഹാ ലാ അതിരി എന്ന് പറയും. പിശാചിൻ്റെ പാനീയമാണ് ഏതാണ്? മദ്യം പിശാചിൻ്റെ പാനീയമാണ്. ഹുദൈബിയ സന്ധി നടന്ന ഹിജ്റ വർഷം. ഹുദൈബിയ സന്ധി നടന്നത് ഹിജ്റയുടെ 6-ാം വർഷം. ഹിജ്റയുടെ 6-ാം വർഷമാണ് ഹുദൈബിയ സന്ധി നടന്നത്. അപ്പോൾ ഹിജ്റ 6-ാം വർഷം. അടുത്തത് ഫതഹ് മക്ക ദിവസം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? താങ്കൾ ഉത്കൃഷ്ട സ്വഭാവിയും ഉദാരനായ പിതാവിൻ്റെ മകനുമാണ്, അങ്ങ് നല്ലതേ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ പറഞ്ഞു. അത് എഴുതാം. അടുത്തത് മഹ്ശറയിൽ അല്ലാഹു തആല ചോദിക്കും, നീ ഇങ്ങനെ ഒരു ദോഷം ചെയ്തിട്ടില്ലേ? ആരോടാണ് ചോദിക്കുക? വല്ലപ്പോഴും തെറ്റു വന്നുപോയ ചില സത്യവിശ്വാസികളോടാണ് അല്ലാഹു തആല ഇങ്ങനെ ചോദിക്കുന്നത്. വല്ലപ്പോഴും തെറ്റ് വന്നുപോയ ചില സത്യവിശ്വാസികളോടാണ് അല്ലാഹു തആല ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലാഹു തആല അവൻ്റെ 99 റഹ്മത്ത് നീട്ടിവെച്ചു. എവിടേക്ക്? എന്തിന്? അല്ലാഹു തആലാക്ക് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്തുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും നാൽക്കാലികൾക്കും ജന്തുക്കൾക്കും നൽകിയത്. തൻ്റെ അടിമക്ക് റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 99 റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ അടിമക്ക് റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എഴുതണം കേട്ടോ. നമ്മൾ 8-ാമത്തെ പാഠത്തിലാണ് വന്നത്. അടുത്തത് ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണത്തിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം എന്തായിരുന്നു? ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഫലയുബല്ലിയു ഷാഹിദുൽ ആഇബ്. അടുത്തതാ ഹൗലുൽ കൗസറിലെ പാനീയത്തിൻ്റെ വിശേഷണങ്ങൾ. ഹൗലുൽ കൗസറിലെ പാനീയത്തിൻ്റെ വിശേഷണങ്ങൾ എന്താണ്? പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണ്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ് ഹൗലുൽ കൗസറിലെ പാനീയം. ഇനി അറിവ് പഠിക്കുന്നവർക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ആരൊക്കെയാണ്? അറിവ് പഠിക്കുന്നവർക്ക് ആകാശഭൂമിയിലുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ആകാശഭൂമിയിലുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. നിങ്ങൾ 11-ാമത്തെ പാഠത്തിലാണ്. അടുത്തെന്താണ്? തിബ്തു ഹയ്യം വ മയ്യിത്തൻ. ഇത് പറഞ്ഞത് ആര് എപ്പോൾ? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വിവരം അറിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി. തിബ്തു ഹയ്യം വ മയ്യിത്തൻ, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. ഇത് പറഞ്ഞത് മനസ്സിലാക്കാം. ഇനി എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അടുത്ത 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ എന്താണ്? മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ. എന്തൊക്കെയാണ് മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ? മദ്യപാനം നിഷിദ്ധമാണ്. അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബ ബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാകും. പിശാചിൻ്റെ പാനീയമാണ് മദ്യം. മദ്യപാനിയെ നരകത്തിൽ വാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ജലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള പാനീയം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. ദുർഗന്ധമുള്ള പാനീയം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. എല്ലാ ലഹരി വസ്തുക്കളും
വർജിക്കണം. അല്ലാഹു തആല നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നൽകി. ലഹരി ഉപയോഗിച്ച് നാം അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ പാഠത്തു നിന്ന് മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ട് എഴുതാം. അടുത്ത എന്താണ്? മഹ്ശറയെ കുറിച്ചിട്ടാണ് 5 വരി കുറയാതെ എഴുതാൻ വന്നത്. വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ചു കൂട്ടും. അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും അന്ന് ശക്തമായ വിചാരണയുണ്ടാകും. വിചാരണ ശക്തമായാൽ അവർ രക്ഷപ്പെടുകയില്ല. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലർ മിന്നൽ വേഗത്തിലൂടെ സിറാത്ത് കടന്നു പോകും, ചിലർ കാറ്റിൻ്റെ വേഗത്തിൽ, ചിലർ കുതിരയുടെ വേഗത്തിൽ, ചിലർ ഓടുന്ന വേഗത്തിൽ, ചിലർ നടക്കുന്ന വേഗത്തിൽ മുട്ടിലിഴഞ്ഞ് വരെ സിറാത്തിലൂടെ കടന്നു പോകും. ചിലർ അതിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. കുറ്റം ചെയ്തവരായിരിക്കും അവർ. അമ്പിയാക്കൾക്കും അള്ളാഹു പ്രത്യേകം ആദരിച്ചവർക്കും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാം. അപ്പോൾ ഇത്രയും മഹ്ശറയിലെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്? അപ്പോൾ ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ടും അതിൽ നിന്ന് 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠം മനസ്സിലാക്കി പഠിക്കണം. ഈ ചോദ്യപേപ്പറിൽ 13ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ വരുന്ന എക്സാമിന് എടുത്ത പാഠങ്ങളുടെ ചോദ്യങ്ങൾ ഉപകാരപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു എക്സാം വരും, അതിനാണ് ഈ പാഠങ്ങൾ മുഴുവനായിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.